നമസ്കാരം. നമ്മുടെ ചലഞ്ച്, ക്രിസംഗികളോടുള്ള ചലഞ്ച് അന്ന് ഒരു മാസം മുമ്പ് ഞാൻ പറയുമ്പോൾ ഡിസംബർ 25 അതായത് റോമക്കാരുടെ ഒരു ദൈവമായിരുന്നു സൂര്യൻ. ആ സൂര്യൻ്റെ പിറന്നാൾ ദിവസമാണ് ഡിസംബർ 25 യേശുക്രിസ്തു, ഇവർ പറയുന്ന യേശുക്രിസ്തു കുരിശിലടിച്ചു എന്ന് പറയുന്ന, ഇവർ പറയുന്ന യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചൊന്നും കൃത്യസമയം ആർക്കും അറിയില്ല. അപ്പോൾ ഈ സമയം കൊണ്ടുവച്ചു എന്നാണ് പറയുന്നത്. ഇത് പറയുന്നത് ഞാനല്ല, ആ തേരക്കാടൻ അച്ഛനൊക്കെ വിളിച്ചു പറഞ്ഞതാണ്. തേരക്കാടൻ അച്ഛൻ ആ ചരിത്രങ്ങൾ അതെന്തോ ആകട്ടെ. ഇപ്പോൾ ഡിസംബർ 25 ഇപ്പോൾ ക്രിസ്മസായിട്ട് ആചരിക്കുന്നത്. ക്രിസ്മസിന് മുൻപ് എന്നെ ഈ യൂട്യൂബ് രംഗത്ത് നിന്ന് ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചലഞ്ചാണ് ക്രിസംഗികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അൽമായ കുഞ്ഞുങ്ങൾ എന്തോ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ബുദ്ധി വെച്ച് ഞാൻ തിരിച്ചടിച്ചു. ഡിസംബർ 25 ആകുമ്പോഴേക്കും നിനക്കൊന്നും എന്നെ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, എൻ്റെ സബ്സ്ക്രിപ്ഷൻ ഞാൻ 2 ലക്ഷത്തിലേക്ക് കടത്തുമെന്നും പറഞ്ഞ് ഒരു വെല്ലുവിളി. വായ വിട്ട വാക്കെന്ന് പറയില്ലേ, അതുണ്ടായത്. പക്ഷേ ബ്രഹ്മ കോഗ്നിഷൻ്റെ ഉടമസ്ഥൻ അത് ഞാനല്ല, നമ്മളാണ്. ആർക്കും യൂട്യൂബ് ആരംഭിക്കാം. യൂട്യൂബ് ആരംഭിച്ചു കഴിഞ്ഞാൽ അവരുടെ പലരും, എൻ്റെ ഒപ്പം യൂട്യൂബ് ആരംഭിച്ചൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ, കുടുംബക്ഷേത്രത്തിലെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മക്കളുടെ പിറന്നാൾ ആഘോഷങ്ങൾ, ബന്ധുക്കളുടെ വിവാഹം, ഇത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇടുക. അപ്പം അതിനകത്ത് ആയിക്കൂടിയും 300, 350 ഒരേ ദിവസമാണ് ഞങ്ങൾ രണ്ടുപേരും ആരംഭിച്ചത്. അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇന്നിവിടെ കാണുന്ന നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ല ലോകമെമ്പാടും കാണുന്ന ഒരു വൈറസാണ്, നമുക്കെല്ലാവർക്കും അറിയാം, സംഗി വൈറസ്. ഈ സംഗി വൈറസിൻ്റെ അറ്റാക്ക് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ മേലെയാണ് ഏറ്റവും കൂടുതൽ ചെന്ന് പതിക്കുന്നത് നമുക്കറിയാം, ഇസ്ലാമോഫോബിയ എന്ന രൂപത്തിൽ. പക്ഷേ എനിക്ക് 22, 23, 24 വയസ്സുള്ള സമയത്ത് തന്നെ ഒരു അശ്വനിപാതം പോലെ എൻ്റെ തലയിൽ ഒന്ന് അടിച്ചതാണ് ഈ സംഗി വൈറസ്. പിന്നെ ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. പലപ്പോഴായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ജീവിക്കണോ മരിക്കണോ, അതായിരുന്നു പിന്നെ എൻ്റെ മുമ്പിലുള്ള 2 വഴികൾ. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തം ബന്ധവും നാടും വീടും ഇല്ലാതെ നടന്നൊരു കാലഘട്ടത്തിൽ മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യം വരുമ്പോൾ എനിക്ക് ഭയമായിരുന്നു വാസ്തവത്തിൽ. രണ്ടാമതൊന്ന്, എന്നെ ഇങ്ങനെയാക്കിയേ എൻ്റെ വല്യച്ഛൻ കുഞ്ഞത്തെമ്മാടിയെ ഇല്ലാതാക്കുക. അതിനും എനിക്ക് സാധിച്ചില്ല. ഭയമായിരുന്നു വാസ്തവത്തിൽ. അവനെ കൊല്ലുന്ന, അതിനെ ഇല്ലാതാക്കുന്നതിനുള്ള ഭയമല്ല, അതിനുശേഷം എൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, ഞാൻ എൻ്റെ ജീവിതം കളയല്ലേ. അന്ന് ഞാൻ അത് ചിന്തിച്ചിരുന്നു. മാത്രമല്ല, അന്ന് പലരും എന്നോട് പറഞ്ഞു, അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. എൻ്റെ വികാര വിക്ഷുബ്ധത കൊണ്ട് അവരോട് പലരും പറഞ്ഞു, ഇവനെ ഞാൻ ഇല്ലാതാക്കാൻ പോവുകയാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ഇന്ന് പലയിടത്തും ഒരു
ബി ജെ പിയുടെ തന്നെ ഒരു സമുന്നതനായിട്ടൊരു നേതാവുണ്ട്, കണ്ണൂരുകാരനാണ്, ബി ജെ പിയുടെ ഉത്തുംഗ പദവിയിൽ ഇരുന്നതാണ് കേരളത്തിൽ. ഇന്ന് ബി ജെ പിയുടെ അടക്കളപ്പുറത്ത് വിറക് വെട്ടാനും വെള്ളം കോരാനും പോലും അയാളെ അനുവദിക്കുന്നില്ല. അതുപോലെ തൂക്കി എറിഞ്ഞു അയാളെ. അയാളേക്കും കാണുന്ന സമയത്ത് ഞാൻ അയാളേക്കും കെട്ടിപ്പിടിച്ച് പറഞ്ഞിട്ട് എന്നെ രക്ഷിക്കുമെന്ന്. പക്ഷെ എൻ്റെ സ്വത്ത് ഒരു പെൺകുട്ടിയെ, കുറേ തെമ്മാടികൾക്ക്, കുറച്ചുകൂടി നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മാൻകുട്ടിയെ ഈ കാട്ടുനായ്ക്കളുണ്ടല്ലോ, ഹൈനകളെന്നൊക്കെയും പറയും, കാട്ടുപട്ടികൾക്ക് കിട്ടിയ പോലെ എൻ്റെ സ്വത്ത് ഇവരെല്ലാവരും കൂടിയിട്ട് ചിക്കിപ്പറക്കി ഓരോരുത്തരോട് വഴിക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്. അതിന് യഥാർത്ഥ അവകാശിയായിട്ടുള്ള എനിക്ക് ഒരു നാണയം പോലും കിട്ടിയില്ല. ഇപ്പം ഞാനിത് പറയുന്നത് ആ നാണയം കിട്ടാത്തതിൻ്റെ വേദനയല്ല, പക്ഷെ അന്ന് ഞാൻ മനസ്സിൽ വച്ചിരുന്നു, എനിക്ക് എൻ്റെ ജീവിതം എനിക്ക് എൻ്റേതായിട്ടൊരു ജീവിതം ഉണ്ടാകുമ്പോൾ, എനിക്ക് എൻ്റേതായിട്ടുള്ള നിലനിൽപ്പുണ്ടാകുമ്പോൾ എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഈ സംഘികളെ, എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഞാൻ അവരെയും എന്നെ ദ്രോഹിച്ചതിന് പകരം തിരിച്ചും, നമ്മൾ കരിയുമ്പോൾ ഇളക്കാനാണല്ലോ ചട്ടുകം. ഒരു ചവിട് തടി കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ചവിട് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ജീസസ് ക്രൈസ്റ്റ് ഉണ്ട്. ശരി, രണ്ടാമത്തെ ചവിട് കാണിച്ചു കൊടുത്തു, അവിടെ ഒരു അടി കിട്ടിയാലോ? പിന്നെ മറ്റൊന്നുമല്ല, അധർമ്മത്തിൻ്റെ നെഞ്ചും കൂട് അത് പൊളിക്കുക. അതിനുവേണ്ടി ധർമ്മത്തിൻ്റെ പാതകളെ സഞ്ചരിക്കാൻ ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ. ഈ നിമിഷം വരെ ആരെയും പറ്റിച്ചിട്ടില്ല. ഇവിടെ ഈ കമൻറ്റിൽ വരുന്ന കുറേ ക്രിസംഗി പിള്ളേരുണ്ട്, കുറേ സംഘികളുണ്ട്. ഇവർ പറയും ഞാൻ മുസൽമാനെ പറ്റിച്ച് ജീവിക്കുകയാണെന്ന്. എനിക്കിപ്പോൾ വയസ്സ് 65. ഈ യൂട്യൂബ് ആരംഭിക്കുന്നത് തന്നെ 2-2.5 വർഷങ്ങൾക്ക് മുൻപാണ്. വളരെ യാദൃച്ഛികമായിട്ട് എൻ്റെ കയ്യിൽ വന്ന് പ്രവാചകൻ്റെ, അന്ത്യപ്രവാചകൻ്റെ ചരിത്രം പറയുന്നത് 1.5 വർഷങ്ങൾക്ക് മുൻപാണ്, 1-2 വർഷങ്ങൾക്ക് മുൻപ്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് എനിക്ക് പ്രവാസി സുഹൃത്തുക്കളായിട്ടും മുസ്ലിം സഹോദരന്മാരുമായിട്ടുള്ള ബന്ധമുണ്ടാകുന്നത്. എനിക്കൊരു വീട് കെട്ടിത്തരികയാണെങ്കിൽ ഞാൻ പ്രവാചകൻ്റെ ചരിത്രം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ സ്വഹാബികളുടെ, അദ്ദേഹത്തിൻ്റെ ഖലീഫുമാരുടെ ചരിത്രം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആരോടും പോയിട്ട് പറയുകയാണ് എനിക്കൊരു വീട് കെട്ടിത്താ, ഞാൻ നിങ്ങളുടെ അന്ത്യപ്രവാചകൻ്റെ ചരിത്രം പറയാം. അപ്പോൾ അവർ ചോദിക്കില്ല ആരാ എന്ന് ചോദിക്കില്ലേ. പക്ഷെ എല്ലാം സംഭവിച്ചു, ഹാപ്പൻഡ് എന്ന് പറയില്ലേ, സംഭവിച്ചു, അത്രമാത്രം. ഇപ്പം അതിൻ്റെ പേരിൽ അസൂയ, പൗശന്യം, പോരിങ്ങനെ ഘനീഭൂതമായിട്ടുള്ള ഫ്രോസൻ്റെ ഫോമിലാണ് ഒഴുകുന്നത്. ഇതിലെ കമൻറ്റിനകത്ത് ഒരാൾ ഇപ്രകാരം എഴുതിയിരുന്നു, ഈ ക്രിസ്ത്യാനി പിള്ളേരും സംഘികളും ഇടയ്ക്ക് പറയും തൻ്റെ വസ്ത്രം ഊരി വെക്കണോ എന്ന്. എന്നിട്ട് കമൻറ്റിൽ വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഞാനത് അന്ന് ആ സമയത്ത് അദ്ദേഹം കുറച്ച് ഞാൻ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുന്നതാണ്, അദ്ദേഹം അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് സംസാരിച്ചത്. എൻ്റെ കണ്ടൻറ്റ് ഇതാണ്, സ്വാമിയുടെ വസ്ത്രം ഊരി വെച്ച് സ്വാമിയുടെ ശരീരം കാണാൻ എന്താ നിൻ്റെ അമ്മമാർക്കും പെങ്ങന്മാർക്കൊക്കെ ധൃതിയായോടാ? അതൊരു പാരഗ്രാഫ്, വലിയൊരു പാരഗ്രാഫ് തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. ഈ സംഘിപ്പിള്ളേരുടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും എന്താ എൻ്റെ ശരീരം കാണാൻ ഇത്ര കൊതിയാണോ? നിൻ്റെ വസ്ത്രം ഊരി വെക്കടാ എന്ന് പറയുന്നുണ്ട്. ഒരു ആണിൻ്റെ വസ്ത്രം ഊരുന്നത് വേറൊരു ആണിന് കാണാൻ വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. പിന്നെ ചാന്തുപൊട്ടുകൾ, അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. സാധാരണഗതിയിൽ ഒരു ആണിൻ്റെ നഗ്ന ശരീരം കാണാൻ ഒരു പെണ്ണാണ് ഇഷ്ടപ്പെടുക.
പെണ്ണിൻ്റെ നഗ്ന ശരീരം കാണാൻ സാധാരണഗതിയിൽ ആണാണ് ഇഷ്ടപ്പെടുക. അത് മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും എന്താണെങ്കിലും പോലും. അങ്ങനെയാണല്ലോ ഈശ്വരൻ അവരുടെ മനോവികാരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ഇന്ന് ആ കമൻറ്റ് ചെയ്ത ആൾ പറഞ്ഞ അതേ ഒരു മനോഭാവം തന്നെയാണ് എനിക്കും. ഇതിനകത്ത് പറയേണ്ട വസ്ത്രം ഊരി വെക്കണ എന്ന് പറയുന്ന ക്രിസ്ത്യാനി പിള്ളേർ, സംഘി പിള്ളേരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ടോ നിൻ്റെ വീട്ടിലെ നിൻ്റെ അമ്മ പെങ്ങന്മാർക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എപ്പോഴും നിന്നെ വിളിച്ചിട്ട് ആ സ്വാമിയെ കാണാൻ കൊള്ളാമല്ലോ, പക്ഷെ അദ്ദേഹം ഈ ഒരു ഷർട്ട് ഇട്ടിരിക്കുന്നു, അദ്ദേഹം അതിൻ്റെ മേലെ രണ്ടാമതൊരു ഉത്തരീയം ഇട്ടിരിക്കുന്നു, തലയിൽ കെട്ടിയിട്ട് ആ വസ്ത്രത ഇങ്ങനെ അതും അവിടെ ഇട്ടിരിക്കുന്നു, കഴുത്തിൻ്റെ ഈ ഭാഗം മാത്രമേ കാണാനുള്ളല്ലോ. എടാ മോനെ, അദ്ദേഹത്തോടെ വസ്ത്രം ഒന്ന് ഊരി വയ്ക്കാൻ പറയടാ, അമ്മയ്ക്കൊന്ന് കാണണമെടാ, നിൻ്റെ പെങ്ങൾക്കിതൊന്ന് കാണണമെടാ. അല്ല ഏതെങ്കിലും ക്രിസ്ത്യാനി സംഘികളോടും ക്രിസ്ത്യാനികളോടും ക്രിസംഖികളോടും അവരുടെ മക്കൾ പറയുന്നുണ്ടോ, പെൺമക്കൾ പറയുന്നുണ്ടോ അച്ഛ എന്ന്? ഇത് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം എൻ്റെ പല സുഹൃത്തുക്കളും സംസാരിച്ച് വന്നിട്ട് അതൊരു ഏറ്റുമുട്ടലിൻ്റെ ഭാവത്തിൽ വന്നിട്ടുണ്ട്. മുസ്ലിം സുഹൃത്തുക്കൾ തന്നെയാണ്. അവർ പറഞ്ഞത് അങ്ങനെയൊന്നും പറയരുത് സ്വാമി. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓരോരുത്തരുടെ മനോവികാരം അവരുടെ അനുഭവത്തിനനുസരിച്ചിട്ടാണ് രൂപപ്പെടുന്നത്. 4-5 വർഷത്തോളം ഗീതയുടെ ശങ്കരഭാഷ്യ സഹിതം ഞാൻ ഫേസ്ബുക്കിൽ പറയുകയും അത് മറ്റൊരാളെടുത്ത് യൂട്യൂബിലിടുകയും ചെയ്തതാണ്. ഇന്നും അതവിടെ കിടക്കുന്നുണ്ട്. ഉപനിഷത്തുകളും ഒന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ കിട്ടുന്നൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, എനിക്കത് അറിയുമായിരുന്നില്ല. അതിലെവിടെയും ഞാനൊരിക്കൽ പോലും ഇവരുപയോഗിക്കുന്ന പോലെയുള്ള വാക്കുകൾ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അവർക്കെതിരെ. അതൊന്നും അതിനകത്ത് ഉപയോഗിച്ചിരുന്നില്ല. എത്ര വലിയ ഫ്ലോ വെച്ച് ഞാൻ സംസാരിച്ചാലും അത്തരം വാക്കുകൾ വന്നിരുന്നില്ല. പക്ഷേ ഇവർ നിരന്തരം ഈ അടുത്ത കാലത്ത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന നിലയ്ക്ക് പള്ളിക്കാരും പട്ടക്കാരും ക്രിസംഖികളും ക്രിസ്ത്യാനി കുഞ്ഞുങ്ങളും അൽമായ കുഞ്ഞുങ്ങളൊക്കെ RSS എന്ന് പറഞ്ഞിട്ട് വാരി തേച്ചുകൊണ്ടിരിക്കുക. അടപ്രഥമൻ വാരി തേക്കുന്ന പോലെ. ആയിക്കോട്ടെ, അവർ RSSൻ്റെ അടിയും കാലും പിടിക്കുകയോ അല്ലാതെ മറ്റെവിടെയും പിടിക്കുകയോ അംശപടിയുമ്പോൾ പിടിക്കുകയോ എന്ത് പണിയായിക്കോട്ടെ. അതിൻ്റെ പേരിൽ ഈ സംഘപരിവാറോ BJP ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഞങ്ങളുടെ മെക്കെട്ട് കയറുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൃത്യമായിട്ടും ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് സംഘപരിവാർ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് പറയുന്നത്. വസ്ത്രം ഊരി വയ്ക്കടോ, തനിക്ക് വേദവേദാന്തങ്ങൾ, ഇവനൊക്കെ ഈ വേദവേദാന്തം എന്നാ പറയാൻ തുടങ്ങിയത്? തനിക്ക് വേദവേദാന്തങ്ങൾ അറിയാമോ? താൻ എവിടെയും പോയിട്ട് ധ്യാനത്തിലിരിക്കടോ. ആ വാക്കുകൾ അറിയാമല്ലോ. ഇതാരാണ് അവരെ പഠിപ്പിക്കുന്നത് നമുക്കറിയാലോ. അത് വല്ലാതെ മൂത്തുപോയ സമയത്ത്, എനിക്ക് വന്ന ഫോൺ വിളി അടക്കമുള്ള കാര്യങ്ങൾ മൂത്തുപോയ സമയത്ത് തിരിച്ച് മറുപടി പറഞ്ഞതാണെന്ന്. പക്ഷെ പലരും കാണുന്നത് സ്വാമി തിരിച്ച് മറുപടി പറയുന്നതാണ് കാണുന്നത്. ഞാനൊരിക്കൽ തേഞ്ഞിപ്പലം യൂണിവേഴ്സിറ്റി അതിൻ്റെ മുൻപിൽ നിൽക്കുന്ന സമയത്ത് ഒരു 10-25 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യത്തിൻ്റെ അവിടെ നിന്നിരുന്ന ബസ് കാത്ത് നിന്നിരുന്നൊരു 10-65 വയസ്സുകാരൻ്റെ അടുത്ത് നിന്ന് ചള്ളയ്ക്കൊരടി. അയാൾ ഉരുണ്ട് പുരണ്ട് താഴോട്ട് വീണു. അന്ന് മഴക്കാലമാണ്, ഷർട്ടിൽ മുഴുവൻ ചളി കാര്യങ്ങളൊക്കെയായി. മറ്റേ അടി കൊടുത്ത ആൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരെയും കൂടി, എന്താ സുഹൃത്തെ നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? ആ അടി കൊണ്ട അയാളൊരു ഭാവഭേദവുമില്ലാതെ അയാളുടെ ഷർട്ടിലെ ചളിയൊക്കെ അവിടെ നിന്ന് കുറച്ച് വെള്ളം വാങ്ങിച്ച് ഇങ്ങനെ കഴുകി അപ്പുറത്ത് മാറി നിൽക്കുകയാണ് അയാൾ. ഈ അടി കൊടുത്തയാൾ കാര്യമായിട്ട് സംസാരിക്കുന്നില്ല. പക്ഷേ പലരും കയർത്ത് സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് അയാൾ പറഞ്ഞത്, നിങ്ങൾ അവനോട് പോയി ചോദിക്കും, ആ 65 വയസ്സുകാരനോട് പോയി ചോദിക്കുന്നതാണ് പറഞ്ഞത്.
സംഭവം എന്ന് വെച്ചാൽ ഇയാളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു മദ്യപാനിയാണ് ഒരിക്കലും മദ്യപിച്ച് അയാളുടെ വീട്ടിൽ ചെന്ന് വൃത്തികേട് കാണിച്ച് അതിൻ്റെ പേരിൽ പെട വെച്ച് കൊടുത്തുള്ളത്. അത് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ പലപ്പോഴും പല സംഭവങ്ങളെയും ആ സംഭവങ്ങളെ അധികരിച്ച് മാത്രം കാണരുത്. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു 1.5 മാസങ്ങൾക്ക് മുൻപ് 2 മാസങ്ങൾക്ക് മുൻപ് ഈ ക്രിസംഗികളുടെയും സംഘികളുടെയൊക്കെ കമൻറ്റുകൾ മാച്ച് കളയായിരുന്നു എൻ്റെ ജോലി. കാലത്ത് 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ. കാരണം അബൂബക്കർ സിദ്ദീഖിൻ്റെയും ഖലീഫുമാരുടെയും പ്രവാചകൻ്റെയും കഥ പറയുന്നതിൻ്റെ അടിയിൽ ഇവരെഴുതി വയ്ക്കുന്നത് മുഴുവൻ ഇത്തരം വർത്തമാനമായിരുന്നു. നമ്മുടെ അമ്മ പെങ്ങന്മാർ വളരെ ആവേശത്തോടു കൂടിയിട്ട് നബി തിരുമേനിയുടെ കഥ വായിക്കാൻ വരുന്നു. അതിൻ്റെ അടിയിൽ നോക്കുമ്പോൾ മുഴുവൻ പച്ചത്തെറി. ഇവിടെ നമുക്ക് ഈ മുണ്ടൻ തെറിക്ക് മുറിപ്പത്തലെന്നോ മറ്റോ പറയും, തിരിച്ചു കൊടുക്കുകയും മാർഗം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവരുടെ പ്രതീക്ഷകൾ അതിനനുരൂപമായിട്ടായിരുന്നില്ല എൻ്റെ പ്രവർത്തികൾ. വിചാരിച്ചത് സ്വാമിമാരയ്ക്കും വലിയ മാന്യന്മാരായിരിക്കും, അവരുടെ വായ കൊണ്ട് അവർക്ക് ഇവർ പറയുന്ന പോലുള്ള തെറികൾ പറയാൻ കഴിവില്ലാത്തവരായിരിക്കുന്ന വിചാരിച്ചു. പക്ഷേ ഈ ക്രിസംഗിപ്പിള്ളേരും സംഘിപ്പിള്ളേരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വാമിമാർ പല ഭാഷയിലും തെറി പറയും വേണ്ടി വന്നാൽ. കാരണം അവർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, ഉത്തരേന്ത്യയിലാണല്ലോ എല്ലാവരും പഠിക്കുക, സംസ്കൃതം അറിയാം, മലയാളം നന്നായിട്ടറിയാം. ഈ രീതിയിൽ പല ഭാഷയിലും പല രൂപത്തിലും പല ഭാവത്തിലും അവർ പറയുന്ന തെറി അതിനെ വിടർത്തി പല ഇതളുകളാക്കിയിട്ട് അവരുടെ മുഖത്തിട്ട് കൊടുത്തപ്പോൾ ഇങ്ങനെയൊക്കെ പറയാവോ എന്നായി കാര്യങ്ങൾ. ഏതായാലും കുറിക്ക് കൊണ്ടു, നെഞ്ചിൽ കൊണ്ടു, സ്വാമി എഴുതി വിട്ട അസ്ത്രങ്ങൾ നെഞ്ചിൽ കൊണ്ടു. തിരിച്ച് എത്ര അസ്ത്രം ചെയ്താലും എനിക്കത് പുല്ലാണ്. കാരണം ഞാനൊരു ഒറ്റയാനാണ്. ഞാൻ വീട് പോയാൽ തന്നെ എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ അത് കരയാനില്ല, സ്വന്തക്കാരിലെ ബന്ധുക്കളില്ല, ഏതെങ്കിലും കോർപ്പറേഷൻ്റെ ആൾക്കാർ വന്ന് വലിച്ചു കൊണ്ടുപോയിട്ട് എന്നെ കുഴിച്ചിട്ടോളും. പക്ഷേ ഇവൻ്റെ സ്ഥിതി അതല്ല. ഏതായാലും ഇന്നിപ്പോൾ എനിക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് എനിക്ക് പൈസ തന്നത്. ദക്ഷിണയായിട്ടാണ് ഞാൻ സ്വീകരിച്ചത്. വെറുതെ കൂലിയല്ല ഞാൻ വാങ്ങിച്ചത്, എരന്ന് വാങ്ങിച്ചതുമല്ല, സ്നേഹത്തോടു കൂടി അവർ തന്നതാണ്. 3-4 വർഷങ്ങൾക്ക് മുമ്പ്, 4 വർഷങ്ങൾ അതിന് മുമ്പ് തന്നെ ഈരാറ്റുപേട്ടയിലുള്ള ഒരു ഉസ്താദ്, ഞാൻ വടകരയിൽ നിന്ന് എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിൽ മുഴുവൻ AC ആണ്, സീറ്റാണ് അതിനകത്തുള്ളത്, ചെയർക്കാർ. അതിൽ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിരുന്ന ഉസ്താദ്, അദ്ദേഹം കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം വയനാട്ടിൽ നിന്ന് വരികയാണ്. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അടുത്ത് വന്നിരുന്നു, കുറേ സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഷൊർണൂരാണ് ഇറങ്ങുന്നത്. അല്ല, ഞാൻ ഷൊർണൂർ ഇറങ്ങുന്നു, അദ്ദേഹം മറ്റെവിടെ കോട്ടയത്തേക്കോ മറ്റോ പോകുന്നു. അപ്പം ഞാൻ ഇറങ്ങാൻ പോകുമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം അതിൻ്റെ ഇടയിൽ കാപ്പിയും ചായയൊക്കെ വാങ്ങിച്ചു തന്നിടയിൽ ഒരുപാട് സംസാരിച്ചു പല കാര്യങ്ങളെക്കുറിച്ചും. അതിനുശേഷം എൻ്റെ ഒരു പൊതി എടുത്ത് തന്നു. എനിക്ക് മനസ്സിലായി, എന്താണെന്ന് മനസ്സിലായി. ഞാൻ സന്തോഷമായിട്ട് സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞത്, സ്വാമിയുടെ സൂട്ട് കേസ് വളരെ പഴയ സൂട്ട് കേസായിട്ട് തോന്നുന്നു, നല്ലൊരു സൂട്ട് കേസ് വാങ്ങിക്കൂ കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം. ഞാൻ ചോദിച്ചു, നമ്മൾ രണ്ടുപേരും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരല്ലേ, ഞാനിത് വാങ്ങിക്കാൻ പാടില്ലല്ലോ, വാങ്ങിച്ചോളൂ. അന്ന് എനിക്ക് അദ്ദേഹം തന്നത് 3000 രൂപയാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപാണത്. അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ അടിയിൽ ചക്രമുള്ള വലിച്ചു കൊണ്ടുപോകുന്ന ബാഗുണ്ടല്ലോ, അതൊക്കെ കൊണ്ടാണ് ഞാൻ എനിക്ക് ഗൾഫിൽ പോയത്. സ്നേഹത്തോടു കൂടി ഞാൻ ഒരിക്കൽ പോലെ എനിക്കെന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചതല്ല. ഞങ്ങൾ രണ്ടുപേരും ഒരേ വ്യക്തിത്വത്തോടു കൂടിയിട്ട് ഞാൻ അവിടെ അടുത്തിരുന്ന് സംസാരിച്ചത്. അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, അതിനുള്ള മറുപടികളാണ് ഞാൻ പറഞ്ഞു. സന്തോഷമായിട്ട് പിന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. ഈ രീതിയിൽ എന്നെ ഇഷ്ടപ്പെട്ട്, ഞങ്ങൾ സന്യാസിമാരുടെ ഒരു പ്രിവിലേജാണ് ദക്ഷിണ സ്വീകരിക്കുക, ഭിക്ഷ സ്വീകരിക്കുക എന്നുള്ളത്. ആഹാരം പോലും ഭിക്ഷയായിട്ട് വേണം ഞങ്ങൾ സ്വീകരിക്കാൻ. അത് ഞങ്ങൾക്കൊരു അന്തസ്സാണ്, മാന്യതയാണ്. പക്ഷേ കേരളത്തിൽ ഒരു സന്യാസിക്ക് പോലും ഒരു നേരത്തെ ആഹാരം ഇവിടെയുള്ള ഈ ജന്തുവർഗ്ഗങ്ങൾ കൊടുക്കില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. അവരാർക്കും ചെയ്യില്ല, സന്യാസി ഒട്ടും ചെയ്യില്ല.
ഒരു വിവാഹം വന്നു കഴിഞ്ഞാൽ അവർ വിളിച്ച് ഒരു മൂലയ്ക്കെങ്കിലും ഇരുത്തിയിട്ട് ആ സ്വാമിക്ക് എന്തെങ്കിലും ചോറ് കൊടുക്കുക പാവം എന്ന് പറയില്ല, ചെയ്യില്ല. അങ്ങനൊരു അനുഭവം എനിക്കും ഉണ്ടായിട്ടില്ല, എൻ്റെ കൂട്ടുകാർക്കും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ അപ്പുറത്ത് ഒരു കൂട്ടം ആളുകൾ അവരത് തരുന്നത് ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല. ഞാൻ പലപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ പൈസ വരും, ആരുടെയെന്നറിയില്ല. ഞാൻ ഈ കാര്യം ഒരിക്കലൊരാൾ സംസാരിച്ചോ പറഞ്ഞത് ആ വ്യക്തിക്ക് പേരില്ല, അയാളൊരു ഇടനിലക്കാരനാണ്. അയാൾ ഈ പൈസ തരുന്നത് പരമകാരുണികനായിട്ടുള്ള അള്ളാഹുവിൻ്റെ പേരിലാണ്. തനിക്കായിട്ട് എന്തുണ്ട് അള്ളാഹുവേ എന്ന് ചോദിക്കുന്നവനാണ് അയാൾ. ആയതുകൊണ്ട് ഞാനിത് കൊടുത്തു എന്ന് പറയാൻ അയാൾ സന്നദ്ധനാവുന്നില്ല. തൻ്റെ വരുമാനത്തിൽ ഒരു അംശം നീക്കി വെക്കണം എന്നുള്ളത് അയാൾക്ക് ജീവിത വ്രതമാണത്. സക്കാത്ത് അത് ആർക്കാണ് കൊടുക്കേണ്ടത്? അവകാശപ്പെട്ടവർക്ക് കൊടുക്കണം, അധികാരികൾക്ക് കൊടുക്കണം, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ. ക്വാളിഫൈഡ് എന്നാൽ ഇത് വാങ്ങാൻ അധികാരികൾ. ആ സമയത്താണ് അവർ പല സുഹൃത്തുക്കളും മുഖാന്തരം അവരറിയുന്നത് സ്വാമി ക്യാമ്പ് ടു ക്യാമ്പ് ജീവിതമാണെന്ന്, സ്വന്തമായിട്ടൊരു വീടൊന്നുമില്ല. അവരങ്ങനെയല്ല ധരിച്ചത്. ഇങ്ങനെ കണ്ട സമയത്ത് ഈ മാലയ്ക്ക് മുത്തും പവിഴവും ഇത് അമേരിക്കൻ രുദ്രാക്ഷവും എന്നൊക്കെയാണ് ധരിച്ചത്. ഒരാൾ ചോദിച്ചു, ഈ മാല നന്നായിട്ട് തിളങ്ങുന്നുണ്ടല്ലോ എന്ന്. അത് നൂലുമ്പോൾ കൂട്ടിക്കെട്ടിയിട്ടുള്ള ഒരു തരം മുത്താണത്. ഒരാളെനിക്ക് തന്നപ്പോൾ അത് കരുത്തിട്ട് നടന്നത് മാത്രം, 10-15 രൂപ വിലയുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ പലരും ധരിച്ചു. സത്യം മനസ്സിലാക്കി അവരെനിക്ക് വീട് പണിത് തന്നു. ഇപ്പോൾ പറയുന്നത് നാണമാവില്ലേ, 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 നീ എന്തായാലും പറയുക സുഡാപ്പികളുടെ അത് ചെയ്തു കൊടുത്തിട്ടല്ലേടാ എന്നൊക്കെയും പറഞ്ഞിട്ട്. ഇതുകൊണ്ടൊന്നും എനിക്കിത് ഏൽക്കുന്നില്ല. എൻ്റെ വഴിയിലൂടെ ഞാൻ മുന്നേറുന്നു, എനിക്കിഷ്ടപ്പെട്ട വഴിയിലൂടെ ഞാൻ മുന്നേറുന്നു, എനിക്ക് ധർമ്മം എന്ന് തോന്നിയ വഴിയിലൂടെ ഞാൻ മുന്നേറുന്നു. ഇത് കണ്ടപ്പോൾ അടുത്ത പരിപാടിയാണ് എന്നെ അവസാനിപ്പിക്കുക, എൻ്റെ വായ മൂടിക്കെട്ടുക. നമ്മളുടെ ക്വിക്ക് ഫിക്സ് ഉണ്ടല്ലോ, അത് വെച്ച് വായ മൂടിയ പിന്നെ പറ്റില്ലല്ലോ. എൻ്റെ ശബ്ദമില്ലാതാക്കുക. യൂട്യൂബ്, അതിലൊരു ചെറുപ്പക്കാരൻ അതിൽ ചോദിച്ചൊരു കമൻ്റ് ഉണ്ട്, നിൻ്റെ അപ്പൻ്റെ ആണോടാ യൂട്യൂബ്, അതങ്ങോട്ട് ഇല്ലാതാക്കാൻ എന്ന്. ഏതായാലും തിരിച്ചൊരു വെല്ലുവിളി എൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. നിൻ്റെ ക്രിസ്മസിന് എൻ്റെ സബ്സ്ക്രിപ്ഷൻ മുഴുവൻ എല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്യിക്കും ഞങ്ങൾ, അവരല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള വെല്ലുവിളിക്ക് പകരം ഞാനും എൻ്റെ ദൈവമേ വായി വിട്ടൊരു വാക്ക് ഞാനും പറഞ്ഞങ്ങോട്ട് പോയി. ക്രിസ്മസ് ദിനത്തിനാൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുമെടാ എനിക്ക്, സംഖ്യയെ നോക്കിക്കോ എന്നും പറഞ്ഞ്. പിന്നെ എനിക്ക് തോന്നി വേണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ, ബ്രഹ്മ കോഗ്നിഷൻ്റെ യഥാർത്ഥത്തിലുള്ള ഉടമകൾ, അവരവിടെ 100,000 ജോലിയുണ്ട്. ഒന്നാമത് കൊറോണ വന്നതിന് ശേഷം ജോലിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കുകയാണ്, വീട്ടിലെ പ്രശ്നങ്ങളുണ്ടായിരിക്കുകയാണ്, ഗൾഫിലെ പ്രശ്നങ്ങളാണ്. ഇതിൻ്റെ ഇടയിൽ ഇത് വലിയൊരു കാര്യമായിട്ട് എടുത്തു. കാരണം 10 ഹിന്ദുക്കൾ കൂടിക്കഴിഞ്ഞാൽ അവർ സംസാരിക്കുക രാഷ്ട്രീയ, 10 മുസ്ലിങ്ങൾ കൂടി സംസാരിച്ചാൽ 10 മുസ്ലിങ്ങൾ കൂടി ഇരുന്നാൽ അവർ സംസാരിക്കുന്നത് ഖുറാനെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും അന്ത്യപ്രവാചകനെക്കുറിച്ചും. അതെൻ്റെ അനുഭവമാണത്. ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചലഞ്ച് സ്വാമി വായ വിട്ട് വാക്കെന്നുള്ള നിലയ്ക്കാണെങ്കിൽ പോലും പറഞ്ഞ ചലഞ്ച് ഏറ്റെടുത്ത് നടത്തി കൊടുക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണെന്ന് കണ്ടുകൊണ്ട് അവരുടെ ദൈനംദിന ജീവിതത്തിൽ കുറച്ചുകൂടെ മാറ്റിവെച്ചു എന്നുള്ളതാണ് സത്യം. തന്നാൽ കഴിയുന്ന വിധം, അണ്ണാർക്കണ്ണന് തന്നാൽ കഴിയുന്ന വിധം എന്നുള്ള രീതിയിൽ. അങ്ങനെ ആ സന്തോഷ വാർത്ത നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും ഞാൻ പറയുകയാണ്, 1,90,000 ഇനി 100 ദിവസം ബാക്കി. ഒക്ടോബർ, നവംബർ, ഡിസംബർ 100 ദിവസം ബാക്കി. 1,90,000 എന്ന് പറയുമ്പോൾ 2 ലക്ഷം വേണമെങ്കിൽ കണക്ക് കൂട്ടാമല്ലോ, അത്രയും ആയല്ലോ. ഏതായാലും ക്രിസ്മസ് ദിനം വരുന്ന സമയത്ത് അവൻ്റെ മോന്തായം നോക്കി പൊത്തി അടിക്കണം. ഒന്നുമല്ല, വാശി തന്നെയാണത്. മനുഷ്യനെ മേലോട്ട് ഉയർത്തുന്ന വാശി തന്നെയാണത്. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്,
ഖുറൈശികളായിട്ടുള്ള ആളുകൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു വെറും മുഹമ്മദ്. ആ മുഹമ്മദിന് തോന്നിയ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന് ആ സത്യസങ്കല്പം അദ്ദേഹം പറയുന്നു, 10 പേര് അംഗീകരിക്കുന്നു, അതൊരു മൂലയ്ക്കൊരു മതമായിട്ട് അവിടെ തുടരുന്നു. ഖുറൈശികൾ നിനക്ക് നിൻ്റെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം, പ്രശ്നമില്ല എന്ന് പറയുന്നു വെച്ചാൽ ഒരു പക്ഷേ നമ്മൾ ഇന്നിങ്ങനെ സംസാരിക്കില്ല. അദ്ദേഹത്തെ സമ്മർദ്ദത്തിലകപ്പെടുത്തി, അദ്ദേഹത്തെ തള്ളി, അദ്ദേഹത്തെ തല്ലി, അദ്ദേഹത്തെ പട്ടിണി കിട്ടു, കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ കുടൽമാല ഒട്ടകത്തിൻ്റെ കൊണ്ടിട്ടു, അവസാനം അവിടെ നിന്ന് ഓടിച്ചു. ആ സമ്മർദ്ദമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അത് അള്ളാഹു ഉണ്ടാക്കി കൊടുത്ത സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദമാണ് നബി തിരുമേനിയുടെ ജന്മം മുഴുവൻ തപമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനത്തിന് ഏറ്റവും വലിയ ഹേതുവായത് എന്ന് ചിന്തിക്കുന്നവനാണ് ഞാൻ. ഇതുപോലെ തന്നെ ഇവരുടെ വെല്ലുവിളി ഏറ്റെടുത്തു. ഇന്നിപ്പോൾ 1,90,000 ആയടാ കൃസംഖികളെ, സംഖികളെ എന്നെനിക്ക് ഊറ്റത്തോടുകൂടി പറയാൻ പറ്റുന്നുണ്ട്. ഇനി 100 ദിവസം ബാക്കിയുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ അത് 2 ലക്ഷം തികയും എന്ന് പൂർണ്ണ വിശ്വാസം, ആത്മവിശ്വാസം എനിക്കൊന്നുണ്ട്. എന്നിട്ട് വേണം ആ സംഖ്യ ഒരു ഗതയായിട്ട് അവൻ്റെ തലയിലടിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഞാൻ. നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഞാൻ ഗൾഫിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് മിക്കവാറും നവംബർ ആദ്യ വാരത്തിലായിരിക്കും വരുന്നുണ്ടാകുക എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സാഹചര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരണമല്ലോ. അപ്പോൾ മിക്കവാറും ഗൾഫിൽ ഇരുന്നു കൊണ്ടായിരിക്കും 2 ലക്ഷത്തിൻ്റെ ആഘോഷം നമുക്കെല്ലാവർക്കും നടത്താൻ കഴിയുക. അതൊരു 1.5 ആഘോഷമാക്കി മാറ്റണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നിടത്തിലാണെങ്കിൽ എന്നെ അറിയുന്ന ആൾക്കാരാരുമില്ല. പക്ഷേ 2 ലക്ഷം തികയുന്ന ആ സന്തോഷ മുഹൂർത്തം നമുക്ക് പലരുമായിട്ട് പങ്കുവയ്ക്കാൻ പരമകാരുണികനായിട്ടുള്ള അല്ലാഹു നമുക്ക് ഇടയുണ്ടാക്കി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരം.